ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം. ന്യൂ ബ്ലോക്കിലെ 9ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഞാൻ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. ഏതായാലും കാഷ്വാലിറ്റി ഒന്നുമില്ല എന്നറിഞ്ഞാൽ ഇവിടെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടി വന്നതാണ്. രക്ഷാപ്രവർത്തനം അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് കാണും. അതുകൊണ്ടായിരിക്കും 9th AC പ്ലാന്റിൻ്റെ അടുത്ത് ടെൻഷൻസ് ഒന്നും ഇല്ലാത്ത ഏരിയയാണ്. അവിടെയാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ അണ്ടർ കൺട്രോളാണ്. ആ കാണുന്ന പുക തീ അണഞ്ഞിട്ടുള്ള പുകയാണ്. വേറെ എല്ലാവരും രോഗികളെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം രോഗികളൊന്നും ഈ ഭാഗത്തില്ല. 8ാം നിലയിലെ രോഗികളൊക്കെ ഞങ്ങൾ താഴത്തേക്ക് മാറ്റി. 7th മാറ്റി. തീപിടുത്തം കാരണം അറിയില്ല. അതിപ്പം ജോലി നടക്കുന്നുണ്ടായിരുന്നു. അതിലാർക്കെങ്കിലും കുഴപ്പം? ആർക്കും പരിക്കില്ല. എല്ലാം അണ്ടർ കൺട്രോൾ. ഷഹദ് റഹ്മാനും മിഥില ബാലനും തത്സമയം വിശദാംശങ്ങളുമായി. ആദ്യം ഷഹദ് റഹ്മാനിലേക്കാണ്. ഷഹദ്, ഈ തീപിടുത്തം ഉണ്ടായത് അതിന് കാരണം എന്താണ് എന്നതിലേക്കൊക്കെ ഇനി പോകേണ്ടിയിരിക്കുന്നു. ഏതായാലും ആശ്വാസകരമായ കാര്യം ആർക്കും പരുക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു AC ബ്ലോക്കിലാണ് സംഭവിച്ചത്. അതിന് താഴെ നിലയിലൊക്കെയാണ് രോഗികൾ ഉണ്ടായിരുന്നതാണ്. ഏതായാലും അവിടെ നൽകാനുള്ള വിശദാംശങ്ങൾ എന്താണ്, സംഭവിച്ചത് എന്താണ്? അനുജ, കുറെ കൂടി കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവന്നിരിക്കുന്നു. അതായത് 9ാം നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ 9ാമത്തെ നില എന്ന് പറയുന്നത് രോഗികളുള്ള നിലയല്ല, മറിച്ച് ഇവരുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്ന നിലയാണ് 9ാമത്തെ നില. 8ാമത്തെ നിലയിലാണ് അതായത് രോഗികളൊക്കെ ഉണ്ടായിരുന്നത്. ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ 8ാം നിലയിലുള്ള രോഗികളൊക്കെ തന്നെ 6ാം നിലയിലേക്ക് മാറ്റി ചെയ്തിട്ടുണ്ട്. ഈ തീപിടുത്തമുണ്ടായ 10 മിനിറ്റിനുള്ളിൽ തന്നെ ആശുപത്രിയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ ഇവിടെ കൂട്ടിരിപ്പിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആളുകളും തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലേക്ക് തീ പോയിട്ടില്ല. ഒപ്പം തന്നെ ആശുപത്രി നഗര മധ്യത്തിലായതുകൊണ്ട് കൃത്യസമയത്ത് ഫയർഫോഴ്സിനും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീ വലിയ രീതിയിൽ ആളിക്കത്താനോ അല്ലെങ്കിൽ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കാനോ സാധിച്ചിട്ടില്ല. മറിച്ച് ഇത് കൃത്യസമയത്ത് നിയന്ത്രണ വിധേയമായി എന്നുള്ളതും ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അല്പസമയം മുൻപ് ആശുപത്രി മാനേജ്മെന്റ് നമ്മളോട് വ്യക്തമാക്കിയത് നിലവിൽ രോഗികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ മറ്റാളുകൾക്കൊന്നും തന്നെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പോൾ MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, നിങ്ങൾ ഇവിടെ ആരെങ്കിലും കൂടെ വന്നതാണോ? അല്ല, ഞാൻ 3 മാസം ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഹോപ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വേറുള്ളത്. ഇപ്പൊ ഈ തീപിടുത്തം നടന്ന സംഭവം എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? ബ്ലഡ് കൊടുക്കാൻ പോകുമ്പോൾ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇതൊരു ഒരു ശബ്ദം കേട്ടത്. അപ്പം ഭയങ്കരമായ തീ ആളിക്കത്താണ്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ പുറത്ത് ഫുൾ ആൾക്കാരുണ്ട്. ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. സംഭവം ഉള്ളിലാണല്ലോ ഈ ഗ്ലാസ്സൊക്കെ ഇട്ടതെന്ന് വെച്ചാൽ അറിഞ്ഞു. പെട്ടെന്നാണ് നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ തീ ആളി കത്തുന്നത്. അതേ AC ഫർക്യൂട്ടിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ അവിടെ 2 മാസം മുമ്പ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 8 നിലയിൽ ഓൾറെഡി ആൾക്കാരുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പറ്റി. പിന്നെ 5 യൂണിറ്റ് ഫയർഫോഴ്സ് അങ്ങ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റോഡിന്റെ ബ്ലോക്ക് അസാധ്യ ബ്ലോക്ക് തന്നെ. കാരണം ഇവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത് പുൽക്ക്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരുടെ ജോലി ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. മാത്രമല്ല, അതായത് പുക മാത്രമായിരുന്നു ഇപ്പോൾ ഉയരുന്നുണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പുക ഉയരുന്നതാണ് നമുക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. മാത്രമല്ല, പുകയും ഇപ്പോൾ ഉയരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ ഈ മുകളിലത്തെ നില, ഈ കെട്ടിടത്തിന്റെ, അതായത് ബേബി മെമ്മോറിയൽ ആശുപത്രിന്റെ 2 ബ്ലോക്കുകളാണുള്ളത്. ഒന്ന് പഴയ ബ്ലോക്കും ഒന്ന് പുതിയ ബ്ലോക്കും. ഇതിൽ പുതിയ ബ്ലോക്കിലാണ് ഈ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഈ മുകളിലത്തെ നിലയിലാണ്, ഏറ്റവും മുകളിൽ കാണുന്ന ഈ 9ാമത്തെ നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് AC-യുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ആ മേഖലയിലാണത് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയുന്നതാണ്. AC-യുടെ പ്ലാന്റ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ പ്ലാന്റിനകത്താണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പുക വലിയ രീതിയിൽ പുറത്തേക്ക് ഉയർന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.